ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പുതുതായി കോവിഡ്-19 സ്ഥിരീകരിച്ച ദിവസമാണിന്ന്. ഇന്നലെ ഒരു മരണവുമുണ്ടായി. മുംബൈയിൽ നിന്നെത്തിയ ചാവക്കാട് സ്വദേശി 73 വയസ്സുള്ള ഖദീജക്കുട്ടിയാണ് മരണമടഞ്ഞത്. അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 42 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. നെഗറ്റീവില്ല. കണ്ണൂർ 12, കാസർഗോഡ് 7, കോഴിക്കോട് പാലക്കാട് 5 വീതം, തൃശ്ശൂർ മലപ്പുറം 4 വീതം, കോട്ടയം 2, കൊല്ലം പത്തനംതിട്ട വയനാട് 1 വീതം. ഇങ്ങനെയാണ് പരിശോധനാ ഫലം പോസിറ്റീവായത്. 2 പേര് നെഗറ്റീവായിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ല എന്നുള്ളതല്ല, 2 പേര് നെഗറ്റീവായിട്ടുണ്ട്. ഇന്ന് പോസിറ്റീവായതിൽ 21 പേർ മഹാരാഷ്ട്രയിൽ നിന്നെത്തിയവരാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും രോഗബാധയുണ്ടായി. വിദേശത്ത് നിന്ന് വന്ന 17 പേർക്കാണ് കോവിഡ്-19 പോസിറ്റീവായത്. കണ്ണൂരിൽ ഒരാൾക്ക് സമ്പർക്കം മൂലമാണ്. കോഴിക്കോട് ഒരു ഹെൽത്ത് വർക്കർക്കാണ് രോഗബാധ. ഇതുവരെ 732 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 216 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 84,258 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 83,649 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലോ ആണ്. 609 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 162 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 51,310 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 49,535 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ 36 പേർ വീതമാണ് വൈറസ് ബാധിച്ച് ചികിത്സയിലുള്ളത്. പാലക്കാട് 26, കാസർഗോഡ് 21, കോഴിക്കോട് 19, തൃശ്ശൂർ 16. ഇങ്ങനെയാണ് കൂടുതൽ പേർ ചികിത്സയിലുള്ള. ഇന്ന് വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന ഗൗരവമായ മുന്നറിയിപ്പാണ്. കോവിഡ് പ്രതിരോധ സന്നാഹങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന സന്ദേശവുമാണത്. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇനിയും വരും. ഒരു കേരളീയന് മുന്നിലും നമ്മുടെ വാതിലുകൾ കൊട്ടിയടക്കില്ല. രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് എന്നതുകൊണ്ട് പരിഭ്രമിച്ച് നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കാനും നാം തയ്യാറല്ല. എല്ലാവർക്കും കൃത്യമായ പരിശോധനയും
ചികിത്സയും പരിചരണവും നൽകും. ഇങ്ങോട്ട് വരുന്നവരിൽ അത്യാസന്ന നിലയിലുള്ള രോഗികളുമുണ്ടാകാം. കൂടുതൽ ആളുകളെ ആശുപത്രിയിൽ കിടത്തേണ്ടി വന്നേക്കാം. ഇതൊക്കെ സാധ്യമാകുന്ന രീതിയിൽ വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഇടപെടലിനാണ് മുൻതൂക്കം നൽകുക. നാം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ ഇളവുകൾ നൽകുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതല്ലാതെ ആഘോഷിക്കാനായി ആരും ഇറങ്ങി പുറപ്പെടരുത്. പൊതുഗതാഗതം ഭാഗികമായി ആരംഭിച്ചതോടെ പല ഭാഗങ്ങളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികളെയും വയോജനങ്ങളെയും കൂട്ടി പുറത്തിറങ്ങുന്ന സ്ഥിതി വരെയുണ്ട്. റിവേഴ്സ് ക്വാറന്റൈൻ നിർദ്ദേശിക്കുന്നത് വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കും ഇതര രോഗങ്ങളുള്ളവർക്കും വൈറസ് ബാധ ഉണ്ടാകാതിരിക്കാനാണ്. അത് മനസ്സിലാക്കി അവരെ സുരക്ഷിതമായി വീടുകളിൽ ഇരുത്തേണ്ടവർ തന്നെ എല്ലാം മറന്നുപോകുന്ന സ്ഥിതി ഉണ്ടാകരുത്. ഇതൊന്നും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളല്ല, സ്വയം ബോധ്യപ്പെട്ട് ചെയ്യേണ്ടതാണ്. അത് മറന്നു പോകുമ്പോഴാണ് കേസെടുക്കേണ്ടി വരുന്നതും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതും. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി അവശേഷിക്കുന്ന പരീക്ഷകൾ മെയ് 26 മുതൽ 30 വരെയാണ് നടക്കുക. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരീക്ഷ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമാധ്യാപകർക്കും നൽകി. കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളിലെ പരീക്ഷകൾ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് എത്തിച്ചേരുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എന്നിവയിലും ധാരണയായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് 14 ദിവസം ക്വാറന്റൈൻ വേണം. അവർക്ക് പരീക്ഷയ്ക്ക് പ്രത്യേക സൗകര്യമൊരുക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണുകളുള്ളവർക്ക് പ്രത്യേക ഇരിപ്പിടമായിരിക്കും. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതികളിൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ അവർ ആശങ്കപ്പെടേണ്ടതില്ല. അവർക്ക് ഉപരിപഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടാത്ത രീതിയിൽ സേബ് പരീക്ഷയ്ക്കൊപ്പം റെഗുലർ പരീക്ഷ നടത്തി അവസരമൊരുക്കുന്നതാണ്. ലോക്ക്ഡൗണിന് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ തുറക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജൂൺ 1 തന്നെ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. റെഗുലർ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുന്നതുവരെ ഓൺലൈൻ ക്ലാസുകൾ നടത്തണം. ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾക്കുള്ള ക്രമീകരണത്തിനായി പ്രിൻസിപ്പൽമാരെ ചുമതലപ്പെടുത്തി. ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നുണ്ടെന്നും പ്രിൻസിപ്പൽമാർ ഉറപ്പുവരുത്തണം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ
പോലീസിൻ്റെ പ്രവർത്തനക്രമങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. വൈറസ് ബാധ തടയുന്നതിന് രാപ്പകൽ ജോലി ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് പോലീസിൻ്റെ പ്രവർത്തനക്രമത്തിൽ വരുത്തിയ മാറ്റം. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഭാരം കുറഞ്ഞതും പുതുമയാർന്നതുമായ ഫേസ് ഷീൽഡുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ 2000 ഫേസ് ഷീൽഡുകൾ പോലീസിന് ലഭ്യമാക്കിയിട്ടുണ്ട്. സാധാരണ മഴക്കോട്ട് PPE കിറ്റായി രൂപാന്തരപ്പെടുത്താനുള്ള പദ്ധതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സഹകരണത്തോടെ പോലീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ മൂടുന്ന മഴക്കോട്ടും ബന്ധപ്പെട്ട മറ്റാവരണങ്ങളുമൊക്കെ കഴുകി ഉപയോഗിക്കാവുന്നതും ധരിക്കാൻ സഹായപ്രദവുമാണ്. മഴയിൽ നിന്നും വൈറസിൽ നിന്നും ഒരുപോലെ സംരക്ഷണം ലഭിക്കത്തക്ക രീതിയിലാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ജനങ്ങൾ റെയിൽപാതകളിലൂടെ നടക്കുന്നതും ഇരിക്കുന്നതുമായ വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേക യാത്രാ തീവണ്ടികളും ചരക്ക് തീവണ്ടികളും ഏത് സമയത്തും അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. റെയിൽപാളങ്ങളിലൂടെയുള്ള കാൽനട യാത്ര തടയാൻ പോലീസ് ശ്രദ്ധിക്കും. ബസ്സുകളിലും ഓട്ടോകളിലും അനുവദിച്ചതിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നു. മാസ്ക് ധരിക്കാതെയും യാത്ര ചെയ്യുന്നുണ്ട്. ഇത് തടയാൻ പോലീസിൻ്റെ ഇടപെടലുണ്ടാകും. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങൽ ആലങ്കോട് പലഹാര നിർമ്മാണ യൂണിറ്റിൽ നിന്നും നഗരസഭ പിടിച്ചെടുത്ത 20 ചാക്ക് പലഹാരത്തിലും നിർമ്മാണ തീയതി ഒരാഴ്ചക്ക് ശേഷമുള്ളത് എന്ന് റിപ്പോർട്ട് കണ്ടു. മെയ് 20 പിടികൂടിയ പലഹാരങ്ങളിൽ നിർമ്മാണ തീയതിയായി രേഖപ്പെടുത്തിയത് മെയ് 26 ലോക്ക്ഡൗൺ സമയത്ത് പലരും പാക്കറ്റിലാക്കിയ ഭക്ഷണത്തെ ആശ്രയിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ ഈ രീതിയിൽ കൃത്രിമം നടത്തുന്നത് അപകടകരമാണ്. ഇത് തടയാൻ നടപടി സ്വീകരിക്കും. COVID-19 മഹാമാരിയുടെ പ്രതിസന്ധി തീരുമ്പോൾ നമുക്ക് പുതിയ അവസരങ്ങൾ ധാരാളമായി കൈവരുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വ്യവസായത്തിലും കൃഷിയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള പരിശ്രമം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതവും സമാധാനപൂർണവുമായ പ്രദേശം എന്ന ഖ്യാതി ഇപ്പോൾ കേരളത്തിന് കൈവന്നിട്ടുണ്ട്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി കേരളത്തെ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ പദ്ധതികൾക്ക് ഫിക്കി പൂർണ്ണ പിന്തുണയും സഹകരണവും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് എന്ന പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ പുരോഗതി ലൈഫ് മിഷൻ യോഗം വിലയിരുത്തി.
കോവിഡ്-19 തുടർന്നുള്ള പ്രശ്നങ്ങൾ ഈ പദ്ധതിയെയും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 1ഉം 2ഉം ഘട്ടങ്ങളിലായി 2,19,154 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. പല കാരണങ്ങളാൽ നിർമ്മാണം മുടങ്ങിപ്പോയ വീടുകളുടെ പൂർത്തീകരണമാണ് 1ാം ഘട്ടത്തിൽ ഏറ്റെടുത്തത്. ഇതിൽ 52,084 വീടുകൾ പൂർത്തിയായി. ഈ വിഭാഗത്തിലാകെ 54,169 അർഹരെയാണ് കണ്ടെത്തിയത്. ഇതിൽ 96.15% പൂർത്തിയായി. ബാക്കിയുള്ളതിൽ 1,266 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ കാര്യമാണ് ഏറ്റെടുത്തത്. ഇതിൽ 77,424 വീടുകൾ പൂർത്തിയായി. 81.38%. ബാക്കിയുള്ള 17,712 വീടുകളിൽ പുതുതായി എഗ്രിമെൻ്റ് വെച്ച 2,065 വീടുകൾ ഒഴികെ ബാക്കിയുള്ളവ വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണ പുരോഗതിയിലാണ്. ഒരു മാസത്തെ റംസാൻ വ്രതത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈദുൽ ഫിത്തർ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് നാളെയോ മറ്റന്നാളോ ചെറിയ പെരുന്നാളാകും. ലോകമെങ്ങുമുള്ള കേരളീയ സഹോദരങ്ങൾക്ക് ഈദുൽ ഫിത്തർ ആശംസിക്കുന്നു. കോവിഡ്-19 കാരണം മുൻപൊരിക്കലുമില്ലാത്ത പ്രതിസന്ധിയിലൂടെയും ദുരിതത്തിലൂടെയും ലോകം കടന്നു പോകുമ്പോഴാണ് റമദാനും ചെറിയ പെരുന്നാളും വരുന്നത്. സഹനമാണ് ജീവിതം എന്ന സന്ദേശം ഉൾക്കൊണ്ട് റമദാൻ വ്രതമെടുക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ് പെരുന്നാൾ. എന്നാൽ പതിവ് രീതിയിലുള്ള ആഘോഷത്തിൻ്റെ സാഹചര്യം ലോകത്തെവിടെയുമില്ല. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുചേർന്ന് പെരുന്നാൾ നമസ്കരിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് വലിയ പുണ്യകർമ്മമാണ്. ഇത്തവണ പെരുന്നാൾ നമസ്കാരം അവരവരുടെ വീടുകളിൽ തന്നെയാണ് എല്ലാവരും നിർവഹിക്കുന്നത്. മനപ്രയാസത്തോടെയാണെങ്കിലും സമൂഹത്തിൻ്റെ സുരക്ഷയും താൽപ്പര്യവും മുൻനിർത്തിയാണ് മുസ്ലിം സമുദായ നേതാക്കൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്ത്രീസമത്വത്തിൻ്റെയും സഹനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ഈദുൽ ഫിത്തർ നൽകുന്നത്. ഇതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. പെരുന്നാൾ ദിനത്തിൽ വിഭവങ്ങൾ ഒരുക്കാൻ മാസപ്പിറവി കണ്ട ശേഷം രാത്രി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന പതിവുണ്ട്. രാത്രി നിയന്ത്രണം അതിന് തടസ്സമാകും. ഇത് കണക്കിലെടുത്ത് ഇന്നും മാസപ്പിറവി ഇന്ന് കാണുന്നില്ലെങ്കിൽ നാളെയും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാത്രി 9 മണിവരെ തുറക്കാൻ അനുവദിക്കും. ഈ ഞായറാഴ്ച പെരുന്നാളാവുകയാണെങ്കിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൽ ചില ഇളവുകൾ അനുവദിക്കും. വിമാനയാത്രക്കാരുടെ കാര്യത്തിൽ ഇപ്പോൾ ചില ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഒരു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി വരുന്നു. അവിടെ ചില കാര്യങ്ങൾ നടത്തി പിറ്റേ ദിവസം അവർ തിരിച്ചു പോകുന്നു.
അത്തരം ആളുകൾ 14 ദിവസം ഇവിടെ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധം സർക്കാർ പിടിക്കില്ല. ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ താമസിക്കാൻ വരുന്നവർ 14 ദിവസം ക്വാറൻറ്റൈൻ കടന്നിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. അല്ലെ 14 ദിവസം ഇവിടെ ക്വാറൻറ്റൈനിൽ കഴിയണം. അതിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. മറ്റവരുടെ കാര്യത്തിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കും. മാഹിയിൽ നിന്ന് തലശ്ശേരിയിൽ ചികിത്സക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മാഹി തന്നെയാണ്. അത് പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അവർ ചികിത്സക്ക് തലശ്ശേരിയിലോ കോഴിക്കോടോ ഒക്കെയാണ് പോകാറുള്ളത്. അതിൻ്റെ അർത്ഥം അവർ മാഹി വിട്ടുപോകുന്നു എന്നല്ല, മാഹിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന നിലയാണത്. എല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ, ഒരേ സംസ്കാരത്തിൽ കഴിയുന്നവരുമാണല്ലോ. വ്യത്യസ്ത സംസ്ഥാനമെന്ന ആ സംസ്ഥാന കാര്യം വരുമ്പോഴുള്ള ബോധമല്ലാതെ മറ്റെല്ലാം ഒന്നിച്ച് ചിന്തിക്കുന്നവരും കഴിയുന്നവരുമല്ലേ. അപ്പോൾ അവർ മാഹിയിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് അയാൾ മാഹിയിലാണ് എന്ന് കേരളം പറയുന്നു. ചികിത്സിച്ച സ്ഥലത്തെ പട്ടികയിലല്ല അയാളെ പെടുത്തേണ്ടത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക നിർബന്ധ ബുദ്ധിയുടെ പ്രശ്നമല്ലത്. ശുദ്ധ അസംബന്ധമായ വാർത്തയാണത്, പച്ച നുണയുമാണ്. ഇവിടെ പരസ്യമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, ആരും ഇങ്ങോട്ട് വരുന്നതിന്, ഇവിടെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ളവർ ഇങ്ങോട്ട് വരുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന്. സംസ്ഥാനത്തിൻ്റെ പ്രത്യേകമായ അംഗീകാരം ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നേരത്തെ തന്നെ അംഗീകാരം നൽകാൻ തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒട്ടേറെ സന്ദേശങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ അങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഇളങ്കോവനെ ബന്ധപ്പെടേണ്ടതാണ് എന്ന് വ്യക്തിപരമായി തന്നെ ആശങ്കയുള്ളവർക്ക് ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു നിലപാടായിട്ട് കാണേണ്ടതായിട്ടില്ല. എന്താണോ വസ്തുത, ആ വസ്തുത ഹൈക്കോടതിയുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.